പ്രിട്ടൻഡ് എന്ന വാക്കിന് അർത്ഥം അഭിനയിക്കുക, ഭാവിക്കുക എന്നൊക്കെയാണ്. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് ഭാവിക്കുക. ഫോർ എക്സാമ്പിൾ, വളരെ വിഷമം ആണ് മനസ്സിലെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ സന്തോഷമായിട്ട് അഭിനയിക്കുക. ഒരുപാട് പൈസയുണ്ടെങ്കിലും എനിക്ക് ഒരു പൈസയുമില്ല, തീരെ പൈസയില്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന് അഭിനയിക്കുക. ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ നമുക്ക് കൺവേ ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് പ്രിട്ടൻഡ്. പ്രിട്ടൻഡ് എന്ന വാക്കിനോട് ചേർന്ന് വരുന്ന ചില പ്രയോഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തേത് പ്രിട്ടൻഡ് ടു ബി. ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി. ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷമാണെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷേ റിയാലിറ്റി അതല്ല. അവൻ സന്തോഷമാണെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. ഹി ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹി ഈസ് ഹാപ്പി, അതാണ് അതിനർത്ഥം. ഹി ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹി ഈസ് ഹാപ്പി. അത് വേറൊരു തരത്തിൽ പറയുന്നതാണ് ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി എന്ന്. അങ്ങനെ പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലായി. ഹി ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹി ഈസ് ഹാപ്പി എന്ന് പറയുമ്പോൾ അവിടെ 2 ക്ലോസുകളുണ്ട്, പിന്നെ ദാറ്റ് എന്ന ഒരു കൺജങ്ഷൻ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു കോംപ്ലക്സ് സെൻറ്റൻസായി മാറിയത്. പക്ഷേ അതൊക്കെ മാറ്റി വളരെ ക്രിസ്പായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. അതാണ് ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി എന്ന് പറയുന്നത്. അത് അഡ്വാൻസ് സ്ട്രക്ചറാണ്. ഇത്തരം സെൻറ്റൻസുകളാണ് ന്യൂസ് പേപ്പറിലും മാഗസീൻസിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി. അവിടെ നമ്മൾ ആകെ ആ സെൻറ്റൻസിൽ ഒരു വേർബ് മാത്രമേ ഉള്ളൂ. പ്രിട്ടൻഡ് എന്ന ഒരു വേർബ് മാത്രമേ അവിടെ ഉള്ളൂ. ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്താ? ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി. ഹി എന്നത് സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഈസ് ഉപയോഗിച്ചത് സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബാണ് വേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കാം. നമ്മൾ പറയുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ്, പിന്നെ ആ സെൻറ്റൻസിൻ്റെ ടെൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഹെൽപ്പിംഗ് വേർബ് എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഹി കഴിഞ്ഞിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് എന്ന ഹെൽപ്പിംഗ് വേർബാണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിട്ടൻഡിങ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? പ്രിട്ടൻഡിങ് കഴിഞ്ഞിട്ട് ടു ബി കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റാണ് ടു ബി ഹാപ്പി. അവിടെ ഹാപ്പി എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് പ്രിട്ടൻഡ്, പ്രിട്ടൻസ്, പ്രിട്ടൻഡിങ് എന്നൊക്കെ ഉപയോഗിക്കാം. അത് ടെൻസ് അനുസരിച്ച് അതിൻ്റെ ഏത് ഫോമാണോ വേണ്ടത് അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ ടു ബി, അത് കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റാണ് വേണ്ടത്. ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി ഹാപ്പി. ഇനി ഹി ഈസ് പ്രിട്ടൻഡിങ് ടു ബി സാഡ് എന്ന് പറഞ്ഞാൽ അവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. സാഡാണെന്ന്, സങ്കടത്തിലാണവൻ എന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹി ഈസ് സാഡ് എന്നാണ് അതിനർത്ഥം. ഹി ഈസ് പ്രിട്ടൻഡിങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ദേ ആർ പ്രിട്ടൻഡിങ്, വി ആർ പ്രിട്ടൻഡിങ്, ഐ ആം പ്രിട്ടൻഡിങ്, മൈ ഫ്രണ്ട് ഈസ് പ്രിട്ടൻഡിങ് എന്നൊക്കെ ആ സബ്ജക്റ്റ് അനുസരിച്ച് അവിടെ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കണം. ഹി ഈസ് പ്രിട്ടൻഡിങ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. അവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്, അതുകൊണ്ട് നമ്മൾ പ്രിട്ടൻഡിങ് എന്നുപയോഗിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഹി പ്രിട്ടൻസ് ദാറ്റ് ഹി ഈസ് ഹാപ്പി എന്ന് പറയാം. അത് അതിൻ്റെ ഒരു അഡ്വാൻസ് സ്ട്രക്ചറാക്കി പറയുമ്പോൾ ഹി പ്രിട്ടൻസ് ടു ബി ഹാപ്പി. ഹി പ്രിട്ടൻസ് ടു ബി ഹാപ്പി എന്ന് പറയുമ്പോൾ അവൻ ഹാപ്പി ആയിട്ട് അഭിനയിക്കാറുണ്ട് എന്നായി. ദ ചിൽഡ്രൻ ആർ പ്രിട്ടൻഡിങ് ടു ബി അസ്ലീപ്പ്. ദ ചിൽഡ്രൻ ആർ പ്രിട്ടൻഡിങ് ടു ബി അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉറക്കത്തിലാണ് എന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരു സാധാരണ സെൻറ്റൻസിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ദ ചിൽഡ്രൻ ആർ പ്രിട്ടൻഡിങ് ദാറ്റ് ദേ ആർ അസ്ലീപ്പ്. 2 സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ദ ചിൽഡ്രൻ ആർ പ്രിട്ടൻഡിങ് ടു ബി അസ്ലീപ്പ് എന്ന് പറഞ്ഞാലും ദ ചിൽഡ്രൻ ആർ പ്രിട്ടൻഡിങ് ദാറ്റ് ദേ ആർ അസ്ലീപ്പ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെ. അവൾ അസുഖമാണ് എന്ന് അഭിനയിക്കാറുണ്ട്. ഇതെങ്ങനെ പറയും? അഭിനയിക്കാറുണ്ട്. ഷീ പ്രിട്ടൻസ് ദാറ്റ് ഷീ ഈസ് സിക്ക്. അതാണ് ഈസി വേയിലുള്ളൊരു സെൻറ്റൻസ്. പക്ഷേ നമുക്ക് അഡ്വാൻസ് സ്ട്രക്ചറിൽ പറയണമെങ്കിൽ ഷീ പ്രിട്ടൻസ് ടു ബി സിക്ക്. ഷീ പ്രിട്ടൻസ് ടു ബി സിക്ക്. ആ ബെഗർ ബ്ലൈൻഡാണ്, കണ്ണ് കാണാൻ പാടില്ലാത്ത ആളാണ് എന്ന് അഭിനയിക്കുകയാണ്. ദ ബെഗർ ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹീ ഈസ് ബ്ലൈൻഡ്. ഇത് നമുക്ക്
അഡ്വാൻസ് സ്ട്രക്ചറാക്കി പ്രിട്ടൻഡ് ടു ബി എന്ന് വെച്ചിട്ട് എങ്ങനെ പറയും? ദ ബെഗർ ഈസ് പ്രിട്ടൻഡിങ് ടു ബി ബ്ലൈൻഡ്. ആ ബോയ്സ് നിഷ്കളങ്കരാണ് എന്ന് അഭിനയിക്കുകയാണ്. ദ ബോയ്സ് ആർ പ്രിട്ടൻഡിങ് ടു ബി ഇന്നസെൻറ്റ്. അതാണ് സാധാരണ ഒരു സെൻറ്റൻസ്. ഇനി അതിനെ നമുക്ക് അഡ്വാൻസ് സ്ട്രക്ചറിൽ പറയാം. ദ ബോയ്സ് ആർ പ്രിട്ടൻഡിങ് ടു ബി ഇന്നസെൻറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രിട്ടൻഡ് ടു ബി കഴിഞ്ഞിട്ട് നമ്മളൊരു ഓബ്ജക്റ്റ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ആ കുട്ടി ഉറങ്ങുകയാണെന്ന് അഭിനയിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഉറങ്ങുകയാണെന്ന്, അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി, അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അഭിനയിക്കുന്നു. ദ ചൈൽഡ് ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹീ ഈസ് സ്ലീപ്പിംഗ്. പക്ഷേ ഇതിനെ നമുക്ക് അഡ്വാൻസ് സ്ട്രക്ചറായിട്ട് പറയണമെങ്കിൽ ദ ചൈൽഡ് ഈസ് പ്രിട്ടൻഡിങ് ടു ബി സ്ലീപ്പിംഗ്. ടു ബി സ്ലീപ്പിംഗ്, അവിടെ വേർബിൻ്റെ ING ഫോം, സ്ലീപ്പ് എന്ന വേർബിനോട് കൂടി ING ചേർത്ത് സ്ലീപ്പിംഗ് എന്നുപയോഗിച്ചു. അപ്പോൾ ദ ചൈൽഡ് ഈസ് പ്രിറ്റൻഡിങ് ടു ബി സ്ലീപ്പിംഗ്. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിക്കുന്നു എന്നായി. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിനയിക്കുന്നു എന്നാണെങ്കിൽ ദ ചൈൽഡ് ഈസ് പ്രിറ്റൻഡിങ് ടു ബി ക്രൈയിങ്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിക്കുന്നു. ഷീ ഈസ് പ്രിറ്റൻഡിങ് ടു ബി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ടു ബി കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചത്. ഷീ ഈസ് പ്രിറ്റൻഡിങ് ടു ബി കുക്കിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരു സാധാരണ സെൻറ്റൻസായി പറയണമെങ്കിൽ ഷീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഷീ ഈസ് കുക്കിംഗ്. അവൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിക്കുകയാണ്. ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക അത് ഒരു ING ഫോമുള്ള വേർബാണ് നമുക്കവിടെ ഉപയോഗിക്കേണ്ടത്. ഹീ ഈസ് പ്രിറ്റൻഡിങ് ടു ബി റീഡിങ് എ ബുക്ക്. ഹീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഈസ് റീഡിങ് എ ബുക്ക്. ഹീ ഈസ് പ്രിറ്റൻഡിങ് ടു ബി റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലും ഹീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഈസ് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം മീനിങ് തന്നെ. ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിക്കുകയാണ്. ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിക്കുകയാണ്. ദ ചൈൽഡ് ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഈസ് ക്രൈയിങ്. അഡ്വാൻസ് സ്ട്രക്ചറിൽ പറയണമെങ്കിൽ ദ ചൈൽഡ് ഈസ് പ്രിറ്റൻഡിങ് ടു ബി ക്രൈയിങ്. ഇനി നെഗറ്റീവ് സെൻറ്റൻസും നമുക്ക് ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അഭിനയിക്കാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളില്ലേ, അപ്പോൾ അതാണ്. അവൾ അഭിനയിക്കാറുണ്ട്. എങ്ങനെയാണ് അഭിനയിക്കുന്നത്? അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതെങ്ങനെ പറയും? ഷീ പ്രിറ്റൻസ് ദാറ്റ് ഷീ ഈസ് നോട്ട് ലിസണിങ്. ഇത് സാധാരണ സെൻറ്റൻസ്. ഇനി നമുക്ക് പ്രിറ്റൻഡ് ടു ബി എന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് എങ്ങനെ പറയും? ഷീ പ്രിറ്റൻസ് നോട്ട് ടു ബി ലിസണിങ്. നോട്ട് ടു ബി ലിസണിങ് എന്നതിനെ നോട്ട് ടു ബി ലിസണിങ് എന്നാക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന മീനിങ്, നെഗറ്റീവ് സെൻറ്റൻസായി. ഷീ പ്രിറ്റൻസ് നോട്ട് ടു ബി ലിസണിങ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിറ്റൻഡ് ടു ഹാവ് എന്ന സ്ട്രക്ചറാണ്. അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ, സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പ്രിറ്റൻഡ്, പ്രിറ്റൻസ്, പ്രിറ്റൻഡിങ് എന്നൊക്കെ ഉപയോഗിക്കാം ആ ടെൻസ് അനുസരിച്ച്. പ്രിറ്റൻഡ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ടു ഹാവ് എന്നാണ്. പിന്നെ ഉപയോഗിക്കേണ്ടത് ഓബ്ജക്റ്റ്. ഇതുവരെ നമ്മൾ പഠിച്ച സെൻറ്റൻസുകളിലെല്ലാം ടു ബി ആണ് ഉപയോഗിച്ചത്. അവിടെ സന്തോഷമായിരിക്കുക, സന്തോഷമായി ഇരിക്കുന്ന ഒരവസ്ഥയെ പറ്റിയാണ് പറഞ്ഞത്. സങ്കടമായിരിക്കുന്ന അവസ്ഥ, ബ്ലൈൻഡ് ആയിരിക്കുന്ന അവസ്ഥ, അതൊക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ടു ഹാവ് എന്ന് ഉപയോഗിക്കുമ്പോൾ അത് പൊസഷനാണ് കാണിക്കുന്നത്. പ്രിറ്റൻഡ് ടു ഹാവ് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ട് എന്ന് അഭിനയിക്കുക, ഒരു കാര്യം സ്വന്തമായി ഉണ്ട് എന്ന് അഭിനയിക്കുക. എനിക്ക് ഒരു കാറുണ്ട് എന്ന് ഞാൻ അഭിനയിക്കാറുണ്ട്. എനിക്കൊരു വലിയ വീടുണ്ട് എന്ന് ഞാൻ അഭിനയിക്കാറുണ്ട്. എനിക്ക് കുറേ പൈസയുണ്ട് എന്ന് ഞാൻ അഭിനയിക്കാറുണ്ട്. അപ്പോൾ റിയാലിറ്റിയിൽ അതൊന്നും ശരിയായ കാര്യങ്ങളല്ല, പക്ഷേ അതൊക്കെ അഭിനയിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ സ്വന്തമായ ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോഴാണ് പ്രിറ്റൻഡ് ടു ഹാവ് ഉപയോഗിക്കുന്നത്. ഹീ പ്രിറ്റൻസ്
ടു ഹാവ് എ ലോട്ട് ഓഫ് മണി. പ്രിട്ടൻസ് ടു ഹാവ് അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് എ ലോട്ട് ഓഫ് മണി. അവിടെ ഓബ്ജക്റ്റാണ് ഉപയോഗിച്ചത്. ഒരുപാട് പൈസയുണ്ട് എന്ന് അവൻ അഭിനയിക്കാറുണ്ട്. ഹീ പ്രിട്ടൻസ് ദാറ്റ് ഹീ ഹാസ് എ ലോട്ട് ഓഫ് മണി എന്നാണ്. ഹീ ഹാസ് എ ലോട്ട് ഓഫ് മണി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹീ പ്രിട്ടൻസ് ടു ഹാവ് എന്നാണ് ഉപയോഗിച്ചത്. ടു ഹാവ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഹീ അല്ലേ സബ്ജക്റ്റ്, അപ്പോൾ ഹാസ് ഉപയോഗിക്കേണ്ടേ, പ്രിട്ടൻസ് ടു ഹാസ് എന്ന് ഉപയോഗിക്കേണ്ടേ എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് തെറ്റാണ്. പ്രിട്ടൻസ് ടു ഹാവ്. ഹീ എന്ന ഒരു സബ്ജക്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ പ്രിട്ടൻസ് എന്ന് ഉപയോഗിച്ചത്. ഐ ആയിരുന്നെങ്കിൽ ഐ പ്രിട്ടൻഡ്, വി പ്രിട്ടൻഡ്, ദേ പ്രിട്ടൻഡ്. ഹീ ഷീ ഒക്കെ ആണെങ്കിൽ പ്രിട്ടൻസ്. പക്ഷേ അവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്, ആ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തെ പാർട്ടിൽ. അത് കഴിഞ്ഞിട്ട് ടു ഹാവ് എന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതങ്ങനെ തന്നെ, അത് ഇൻഫിനിറ്റീവ് ആണ്. ഹീ പ്രിട്ടൻസ് ടു ഹാവ്, ഷീ പ്രിട്ടൻസ് ടു ഹാവ്, ഐ പ്രിട്ടൻഡ് ടു ഹാവ്, ദേ പ്രിട്ടൻഡ് ടു ഹാവ്, വി പ്രിട്ടൻഡ് ടു ഹാവ്. അങ്ങനെ എല്ലായിടത്തും ടു ഹാവ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ചേഞ്ച് വരുത്താൻ പാടില്ല. ആ സെൻറ്റൻസിൻ്റെ ടെൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ പാർട്ടിൽ നിന്നാണ്. ഹീ ഈസ് പ്രിട്ടൻഡിങ് എന്നാണെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹീ പ്രിട്ടൻസ് എന്നാണെങ്കിൽ അഭിനയിക്കാറുണ്ട് എന്നായി. അപ്പോൾ അവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്. ദേ പ്രിട്ടൻഡ് ടു ഹാവ് എ ബിഗ് ഹൗസ്. അവർക്ക് ഒരു വലിയ വീടുണ്ട് എന്ന് അവർ അഭിനയിക്കുന്നു. അപ്പോൾ റിയാലിറ്റി അതല്ല, അവർക്ക് വലിയൊരു വീടില്ല. ബട്ട് ദേ പ്രിട്ടൻഡ് ടു ഹാവ് എ ബിഗ് ഹൗസ്. ടു ഹാവ് അവർക്ക് സ്വന്തമായി ഉണ്ട് എന്നാണ്. ടു ഹാവ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിട്ടൻഡ് ടു ഹാവ്. അതിൻ്റെ ഒപ്പം ഓബ്ജക്റ്റിന് പകരം നമുക്ക് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അഭിനയിക്കുന്നു. ആ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് അഭിനയിക്കുന്നു. അവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് അഭിനയിക്കുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ്, അത് കഴിഞ്ഞാൽ പ്രിട്ടൻഡ്, ദെൻ ടു ഹാവ്, അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നല്ലേ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ചെയ്ത കാര്യം അതാണ് ആക്ടിവിറ്റി, അതാണ് വേർബ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ വരുമ്പോൾ ഈസി ആയിട്ടത് മനസ്സിലാവും. ആ പെൺകുട്ടിയെ അവൻ സഹായിച്ചിട്ടുണ്ട് എന്ന് അവൻ അഭിനയിക്കുകയാണ്. അവൻ അഭിനയിക്കുകയാണ്. ഹീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഹാസ് ഹെൽപ്ഡ് ദാറ്റ് ഗേൾ. ആ പെൺകുട്ടിയെ അവൻ സഹായിച്ചിട്ടുണ്ടെന്ന് അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അതൊരു സാധാരണ സെൻറ്റൻസാണ്. ദാറ്റ് എന്ന കൺജങ്ഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു കോംപ്ലക്സ് സെൻറ്റൻസാണ്. അതിനെ നമുക്ക് വളരെ ഒരു ഷോർട്ട് സെൻറ്റൻസാക്കി അഡ്വാൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് പറയാം. അതെങ്ങനെയാണ്? ഹീ ഈസ് പ്രിറ്റൻഡിങ് ടു ഹാവ് ഹെൽപ്ഡ് ദാറ്റ് ഗേൾ. ആ പെൺകുട്ടിയെ അവൻ സഹായിച്ചിട്ടുണ്ട് എന്ന് അവൻ അഭിനയിക്കുകയാണ് എന്ന മീനിങ് തന്നെ നമുക്ക് കിട്ടി. ഇവിടെ ടു ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ വേർബിൻ്റെ V3 ഫോം ഉപയോഗിച്ചു. സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്ഡ് എന്നാണ് ഉപയോഗിച്ചത്. ഹെൽപ്പ് എന്ന വേർബിൻ്റെ V3 ഫോമാണ് ഹെൽപ്ഡ്. അപ്പോൾ ഹീ ഈസ് പ്രിറ്റൻഡിങ് ടു ഹാവ് ഹെൽപ്ഡ് ദാറ്റ് ഗേൾ. ഇനി നമുക്കതിൻ്റെ നെഗറ്റീവ് ഫോമും പറയാം. ആ പെൺകുട്ടിയെ അവൻ സഹായിച്ചിട്ടില്ല എന്ന് അഭിനയിക്കുകയാണ്. ഹീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഹാസൻറ്റ് ഹെൽപ്ഡ് ദാറ്റ് ഗേൾ. ഇത് ഒരു നോർമൽ സെൻറ്റൻസ്. ഇനി നമുക്ക് അഡ്വാൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് പറയാം. ഹീ ഈസ് പ്രിറ്റൻഡിങ് നോട്ട് ടു ഹാവ് ഹെൽപ്ഡ് ദാറ്റ് ഗേൾ. നോട്ട് ടു ഹാവ് എന്നാണ് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ വേർബിൻ്റെ V3 ഫോം. ഞങ്ങളെ അവൾ കണ്ടിട്ടില്ല എന്ന് അവൾ അഭിനയിക്കും. അവൾ അഭിനയിക്കും എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഷീ വിൽ പ്രിറ്റൻഡ് ദാറ്റ് ഷീ ഹാസൻറ്റ് സീൻ അസ്. അവൾ ഞങ്ങളെ കണ്ടിട്ടില്ല എന്ന് അവൾ അഭിനയിക്കും എന്നാണ്. ഇത് നമുക്ക് അഡ്വാൻസ് സ്ട്രക്ചറിൽ പറയാം. ഷീ വിൽ പ്രിറ്റൻഡ് നോട്ട് ടു ഹാവ് സീൻ അസ്. നോട്ട് ടു ഹാവ് സീൻ അസ്. നോക്കൂ, നോട്ട് ടു ഹാവ് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. ഇനി അടുത്ത ഒരു സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളത് പാസീവ് വോയിസ് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ്.
ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് തന്നെ, പിന്നെ പ്രിട്ടൻഡ്. അത് കഴിഞ്ഞാൽ ടു ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്, ടു ഹാവ് ബീൻ, പിന്നെ ഓബ്ജക്റ്റ്. ടു ഹാവ് എന്നല്ല, ടു ഹാവ് ബീൻ. ഒരു എക്സാമ്പിൾ പറയാം. അവൻ മർദ്ദിക്കപ്പെട്ടു എന്ന് അവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഹാസ് ബീൻ ബീറ്റൺ. ഹീ ഹാസ് ബീൻ ബീറ്റൺ. അപ്പോൾ മർദ്ദിക്കപ്പെട്ടു എന്ന മീനിങ് വന്നു. അവനെ ആരോ മർദ്ദിച്ചു. ഹീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഹാസ് ബീൻ ബീറ്റൺ. ഇത് വേറൊരു തരത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഹീ ഈസ് പ്രിറ്റൻഡിങ് ടു ഹാവ് ബീൻ ബീറ്റൺ. ടു ഹാവ് ബീൻ ബീറ്റൺ. അവർ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്ന് അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്രിറ്റൻഡിങ് ദാറ്റ് ദേ ഹാവ് ബീൻ ഇൻസൾട്ടഡ്. ഇനി അഡ്വാൻസ് സ്ട്രക്ചർ. ദേ ആർ പ്രിറ്റൻഡിങ് ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ്. അപ്പോൾ ഇന്ന് പഠിച്ച എല്ലാ സ്ട്രക്ചേഴ്സും നമുക്ക് ഒന്നുകൂടി നോക്കാം. ഐ ആം പ്രിറ്റൻഡിങ് ടു ബി സാഡ്. എനിക്ക് സങ്കടമാണെന്ന്, ഞാൻ സങ്കടത്തിലാണെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം പ്രിറ്റൻഡിങ് ടു ബി സാഡ്. അപ്പോൾ ടു ബി കഴിഞ്ഞിട്ട് സാഡ് എന്ന ഒരു അഡ്ജക്റ്റീവാണ് അവിടെ ഉപയോഗിച്ചത്. ഇനി ഐ ആം പ്രിറ്റൻഡിങ് ടു ബി ക്രൈയിങ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്, അതുകൊണ്ടാണ് ക്രൈയിങ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിറ്റൻഡിങ് ടു ബി കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വേർബിൻ്റെ ING ഫോമാണ്. ഐ ആം പ്രിറ്റൻഡിങ് ടു ഹാവ് മെനി പ്രോബ്ലംസ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം പ്രിറ്റൻഡിങ് ടു ഹാവ് മെനി പ്രോബ്ലംസ്. ടു ഹാവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം പ്രിറ്റൻഡിങ് ടു ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക്. ഒരു വലിയ മിസ്റ്റേക്ക് ഞാൻ ചെയ്തു എന്ന് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഐ ആം പ്രിറ്റൻഡിങ് ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ്. എന്നെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു, ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ടു ബി കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവാണ് ഉപയോഗിച്ചത്. അടുത്ത സെൻറ്റൻസിൽ ടു ബി കഴിഞ്ഞിട്ട് സെക്കൻഡ് സെൻറ്റൻസിൽ ടു ബി ക്രൈയിങ്, അവിടെ വേർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചത്. തേർഡ് സെൻറ്റൻസിൽ ടു ഹാവ് ആണ് ഉപയോഗിച്ചത്. ടു ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ഒരു ഓബ്ജക്റ്റാണ്. ടു ഹാവ് മെനി പ്രോബ്ലംസ്. അടുത്ത സെൻറ്റൻസിൽ പ്രിറ്റൻഡിങ് ടു ഹാവ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡൺ, ഡു എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. ഒരു വേർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തത് പാസീവ് വോയിസിലുള്ള ഒരു ഫോമാണ്. ഐ ആം പ്രിറ്റൻഡിങ് ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ് എന്നാണ്. അവിടെ ടു ഹാവ് ബീൻ എന്ന് ഉപയോഗിച്ചത് പാസീവ് വോയിസിലുള്ള ഫോമാണ് ആ ഒരു ഭാഗം. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കരുത്.